പറയാറുണ്ട്. ഞാൻ ചിലരെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് നിങ്ങളാര് എന്നറിയില്ല. എനിക്ക് നിങ്ങളെ വെച്ചിട്ട് ഇവിടെ ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഷൈൻ ചെയ്യാൻ ഒരുപാട് മറ്റ് മാർഗങ്ങളുണ്ട്. അതൊന്നും നിങ്ങളുടെ പേരിൽ അല്ലെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ, ആവശ്യമില്ലാത്ത പിണക്കങ്ങൾ, ഇതൊന്നും തലയെ കൊണ്ട് നടക്കാതിരിക്കുക. വിട്ടുകളഞ്ഞേക്ക്. നമ്മളെ ദ്രോഹിച്ചവർ വിട്ടുകളഞ്ഞേക്കുക. അത് അവർക്ക് കിട്ടിക്കോളും. അതുപോലും നമ്മൾ ആഗ്രഹിക്കണ്ട. എന്നെ ദ്രോഹിച്ചവർക്ക് തിരിച്ചെന്തെങ്കിലും പണി കിട്ടണേ, അതുപോലും നമ്മൾ ആഗ്രഹിക്കണ്ട. നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നമുക്ക് പറ്റുന്നത് മറ്റുള്ളവർക്ക് ആ സന്തോഷം നമ്മളിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ദാറ്റ് ഈസ് ട്രൂ ലെഗസി. അതാണ് പൈതൃകം. ലവ് ആൻഡ് മെമ്മറീസ്. അത് കൊടുക്കാൻ പറ്റുമ്പോഴാണ് നമ്മളൊരു ഒരു പ്യുവർ സോളായിട്ട് മാറുന്നത്. നല്ലൊരു ആത്മാവായിട്ട് നമ്മൾ മാറുന്നത് അപ്പോഴാണ്. നമുക്കറിയില്ല ഇതിന് ശേഷമുള്ള ജീവിതം എന്ത് എന്ന്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ മാത്രമേ ഉള്ളൂ. മരണത്തിന് ശേഷം എന്ത് എന്ന്. അതെന്തുമായിക്കോട്ടെ, അതെന്തുമായിക്കോട്ടെ. അങ്ങനെ ഒരു ലോകമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ലോകത്ത് നിന്ന് നമ്മൾ പോയി കഴിയുമ്പോൾ നല്ല ഒരു നനുത്ത ഓർമ്മയായിരിക്കണം നമ്മളൊരു ആവേശമായിരിക്കണം. അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലെഗസി അതാണ്. നമ്മളൊരു ആവേശമായിരിക്കണം. അങ്ങനെ ഒരു ആവേശമായി മാറാൻ, അങ്ങനെ ഒരു നല്ല ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ട് പോകാൻ ഈ കൂട്ടത്തിലുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെങ്കിലും അത് സാധിക്കണം. ഞാൻ എപ്പോഴും കിങ്സ് ക്ലബിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ശരിയാണ്, ഇവിടെ നമ്മൾ ബിസിനസ് വളർത്തുന്നുണ്ട്, സെയിൽസ് കൂട്ടുന്നുണ്ട്, ഫിനാൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്, വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലൊരു മനുഷ്യനാവുക, ഒരു മനുഷ്യനായി മാറുക. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വിദ്വേഷമോ കോമ്പറ്റീഷനോ ഒന്നുമില്ലാത്ത, എനിക്കെന്റെ കോമ്പറ്റീറ്റേഴ്സിനോട് പോലും എനിക്കൊന്നും തോന്നാറില്ല. എന്നെ വിളിച്ച് ചിലർ ചോദിക്കും, ഇന്നോട്ട് 10-ാം തീയതിയിലത്തേക്ക് ഒരു ട്രെയിനിങ് വെച്ചിട്ടുണ്ട്. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ എന്നെ വിളിച്ച് ചോദിക്കും, അത് ഇന്നടുത്ത് വെച്ചാ, കോഴിക്കോട് ഇന്നടുത്ത് വെച്ചാ, അതിന് ഇതുവരെ ആളൊന്നും ആയിട്ടില്ല, എന്താ ചെയ്യണ്ടേ? ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ട് പറയും, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഖിലിനെ വിളിച്ചാൽ മതി, നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അഖിൽ പറഞ്ഞു തരും. എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ട്രെയിനർമാരായിട്ട് ഉയർന്നു വരുന്നു. ഇത് ഈ മഹാസമുദ്രം കാണാൻ പറ്റുന്നവർക്ക് അതിൻ്റെ അകത്തുനിന്ന് മറ്റൊരാൾ വന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ? ഒരു കടൽ ഇവിടെ കിടക്കുക നമുക്ക് വേണ്ടി. അതിൽ നിന്ന് മറ്റൊരുത്തൻ ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് പോയാൽ നമ്മുടെ കടലിന് എന്ത് സംഭവിക്കാനാ? നമ്മള് ഒരു 10 ജന്മം ഒന്നിച്ചിരുന്ന് എടുത്താലും പിന്നെയും 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 ഉറവ് വരുന്നതാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ സമ്പത്തിന് വേണ്ടിയിട്ട് എന്തിനാ കടിപിടി കൂടുന്നത്? നമുക്ക് വേണ്ടത് എടുക്കുക, ബാക്കി ഇഷ്ടംപോലെ അവിടെ കിടപ്പുണ്ട്, എല്ലാവരും എടുക്കട്ടെന്നേ. ദൈവം എല്ലാവർക്കും പണം ഉണ്ടാക്കാനുള്ള കഴിവ് ഒരുപോലെ അല്ല തന്നിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കൂടുതൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം അതുണ്ടാക്കുക, അതാവശ്യമുള്ള ഒരുപാട് മക്കള്, ഒരുപാട് അമ്മമാര്, ഒരുപാട് ഉമ്മമാര്, ഒരുപാട് ഭർത്താക്കന്മാരില്ലാത്തവര്, ഒരുപാട് ഒരുപാട് അച്ഛനില്ലാത്ത മക്കള്, ഒരുപാട് മക്കളില്ലാത്ത പ്രായമായ അച്ഛനമ്മമാര് ഒക്കെ ഈ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടെ ആകണം നമ്മളുടെ ഈ കഴിവ് നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴല്ല ദൈവം കേൾക്കുന്നത്. നമുക്ക് വേണ്ടി മറ്റൊരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ആ കുഞ്ഞിന് നല്ലത് വരുത്തണേ എന്ന്. എനിക്ക് ആ പ്രാർത്ഥന കേൾക്കാനാണ് ഇഷ്ടം. ഞാൻ ദൈവത്തോട് എനിക്ക് വേണ്ടി ഒന്നും ഞാൻ പറയാറില്ല. പക്ഷെ എനിക്ക് വേണ്ടി നൂറുകണക്കിന് പേര്, നൂറുകണക്കിന് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ പ്രയർ. നമ്മൾ എന്താണ്, ആരാണ് നീ എന്ന ചോദ്യം
അന്വേഷിച്ച് ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഞാൻ ആര് എന്ന്. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഐ ആം മെമ്മറി. ഞാനൊരു ഓർമ്മ മാത്രമാണ്. അത് നല്ല ഓർമ്മയാകണോ അതോ മറ്റുള്ളവരെ ദ്രോഹിച്ച് ദുഷ്ടനായ ഒരു ഓർമ്മയാകണോ എന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. യെസ്, വി ഓൾ ആർ ജസ്റ്റ് മെമ്മറീസ്. നാളത്തെ ഓർമ്മയാണ് നമ്മൾ. അത് മാത്രം ഓർക്കുക. ലവ് യു. താങ്ക് യു. ലവ് യു.